നമസ്കാരം. ഫണ്ണി ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ദയവായി ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇത് നിങ്ങൾക്ക് തീർത്തും ഉപകാരപ്രദമാണ്. ആദ്യമായി തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ തുടർന്നുള്ള ഞങ്ങളുടെ ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ലൈക്ക് ചെയ്യുക. കമൻറ്റിൽ കൂടി ഞങ്ങളിടുന്ന ഓരോ വീഡിയോസിനെ കുറിച്ചും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങളുടെ ഓരോ ലൈക്കും കമൻറ്റും ഒക്കെയാണ് വീഡിയോ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രചോദനം. എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. കഴിഞ്ഞ ദിവസത്തെ ഒരു ന്യൂസിൽ നമ്മൾ കണ്ടായിരുന്നു, ശംഖുവരയൻ പാമ്പ് കടിച്ചൊരു 8 വയസ്സുകാരൻ മരണപ്പെട്ട വാർത്ത നമ്മളെല്ലാവരും കണ്ടതാണ്. വീടുകളിലേക്ക് പല പാമ്പുകളും കയറി വരുന്നതിൻ്റെ മെയിൻ കാരണം അതിൻ്റെ ആഹാരം തന്നെയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അസഹനീയമായ ചൂടും ഇതിന് കാരണമാണ്. ഇതിനായി നാം ആദ്യം ചെയ്യേണ്ടത് പല്ലി, എലി മുതലായവയെ ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിൻ്റെ കാരണം ഒരു ഭക്ഷണ ശൃംഖലയാണ്. പല്ലിയെ ഒഴിവാക്കാൻ പറഞ്ഞത് എന്തെന്നാൽ ചുവർ പാമ്പ് പല്ലിയെ ഭക്ഷണമാക്കുന്നതാണ്. അപ്പം ചുവർ പാമ്പിൻ്റെ പേരുകൾ പല രീതിയിൽ അറിയപ്പെടുന്നു. പല സ്ഥലങ്ങളിൽ പല പേരുകൾ ചുവർ പാമ്പിനെ അറിയപ്പെടുന്നു. വെള്ളിവരയൻ, ഓട്ടുപാമ്പ്, ഓലച്ചുരുളൻ, ചെന്നായ്ത്തലയൻ മുതലായ പേരുകളിൽ അറിയപ്പെടുന്നു. കാഴ്ചയിൽ ശംഖുവരയൻ പാമ്പിനോട് സാദൃശ്യമുള്ളതാണ് ചുവർ പാമ്പ്. പക്ഷേങ്കിൽ ഈ ചുവർ പാമ്പിന് വിഷമില്ല. ഒരു നോൺ വെനമസ് ആയിട്ടുള്ളൊരു പാമ്പാണ് ഈ ചുവർ പാമ്പ് എന്ന് പറയുന്നത്. അപ്പം ശംഖുവരയൻ പാമ്പ് ഏറ്റവും അധികം ഭക്ഷിക്കുന്നത് ചുവർ പാമ്പിനെയാണ്. അല്ലെങ്കിൽ ഈ ശംഖുവരയൻ പാമ്പിൻ്റെ തന്നെ ഇനത്തിൽപ്പെട്ട ചെറിയ പാമ്പുകളെയാണ്. അപ്പം പല്ലി, എലി മുതലായവ നമ്മുടെ വീടുകളിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞു. അപ്പം ഇതിനോടൊപ്പം തന്നെയാണ് എലി. ഇപ്പം എലിയെ ഭക്ഷിക്കുന്നതിന് വേണ്ടി ചേര, മൂർഖൻ മുതലായ പാമ്പുകൾ നമ്മുടെ വീടുകളിലേക്ക് കയറി വരുന്നു. അപ്പം ഈ ചേര, മൂർഖൻ മുതലായ പാമ്പുകളെ ഭക്ഷിക്കുന്നതിന് വേണ്ടി കിങ് കോബ്ര അഥവാ രാജവെമ്പാല ഭക്ഷിക്കുന്നു. അപ്പം ഇതിൽ നിന്നും ഒരു ഭക്ഷണ ശൃംഖലയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ടൈലിട്ട വീടുകളിൽ തണുപ്പുള്ളതിനാൽ വീടിനോട് ചേർന്ന് ജലാംശവും തണുപ്പുമുള്ള സ്ഥലങ്ങളിൽ ഈ പാമ്പുകൾ വരുന്നതിന് ഇടയാകുന്നു. ഇതിന് കാരണം ശരീരത്തിലെ ടെമ്പറേച്ചർ കുറയ്ക്കുന്നതിന് വേണ്ടി ഇവയ്ക്ക് ജലാംശം വളരെയധികം അത്യാവശ്യമാണ്. ശംഖുവരയൻ പാമ്പും ചുവർ പാമ്പിനും മറ്റു പാമ്പുകളെ അപേക്ഷിച്ച് വളരെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ഉയരത്തിൽ വേണമെങ്കിലും ഇവയ്ക്ക് ഇഴഞ്ഞു കയറുന്നതിന് വേണ്ടി സാധിക്കുന്നു. ഇതിനായി നമ്മുടെ വീടുകളിലുള്ള എയർ ഹോളുകൾ അടയ്ക്കണം. മാക്സിമം അതിനായി ശ്രദ്ധിക്കുക. വെന്റിലേഷൻ അതുപോലെയുള്ളതൊക്കെ മാക്സിമം അടയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു വേനൽ സമയത്ത് ഈ പാമ്പ് മൂലം മരണപ്പെടുന്ന അവസ്ഥ എല്ലാം നമുക്ക് കാണപ്പെടുന്നതുകൊണ്ട് ഇതിനായി എയർ ഹോൾ അടയ്ക്കുക. രാത്രി സമയങ്ങളിൽ ജനൽ അടച്ചിടുക മുതലായ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർത്തും പ്രയോജനപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. കൂടാതെ ശംഖുവരയൻ പാമ്പിനെയും ചുവർ പാമ്പിനെയും കണ്ടു കഴിഞ്ഞാൽ ഏകദേശം സാമ്യമുള്ളതിനാൽ ആ പാമ്പിൻ്റെ ഫോട്ടോകളും ഞാൻ ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. അപ്പം ഞാനിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർത്തും പ്രയോജനപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഞങ്ങളുടെ ചാനൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.